പെൺമക്കളെ വിൽക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കോടതിയിൽ കീഴടങ്ങിയ സജി പോറ്റിയെ കോടതി വീണ്ടും താൽക്കാലിക ജാമ്യത്തിൽ വിട്ടു. തിങ്കളാഴ്ച കീഴടങ്ങിയ സജി പോറ്റിക്ക് താൽക്കാലിക ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ജാമ്യകാലാവധി ചൊവ്വാഴ്ച അവസാനിച്ചതിനാൽ ചൊവ്വാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരായി താൽക്കാലിക ജാമ്യം നേടുകയായിരുന്നു. മാർച്ച് 1-നാണ് സജി പോറ്റിക്കെതിരെ തെന്മല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന സജി പോറ്റി അഡ്വക്കേറ്റ് ടി എം ജാഫർ ഖാൻ മുഖേന തിങ്കളാഴ്ച പുനലൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാവുകയായിരുന്നു. ചൊവ്വാഴ്ച ജാമ്യത്തിനായി ഹാജരായപ്പോൾ സജി പോറ്റിക്കെതിരെ മതിയായ തെളിവുകൾ നൽകാൻ പോലീസിന് സാധിച്ചില്ല. കുറ്റം ചെയ്തതായി പറയപ്പെടുന്ന സമയത്ത് താൻ ഡൽഹിയിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ സജി പോറ്റി കോടതിയിൽ സമർപ്പിച്ചതായി ഇയാളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ടി എം ജാഫർ ഖാൻ പറഞ്ഞു. മക്കളെ വിൽക്കുവാൻ ശ്രമിച്ചു എന്നാരോപിച്ച് തെന്മല പോലീസ് അറസ്റ്റ് എടുത്തുന്ന കേസിലെ പ്രതി സജി പോറ്റി ഇന്നലെ കോടതിയിൽ ഹാജരായി. ഇന്നലെ കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെയാണ് ജാമ്യം അനുവദിച്ചിരുന്നത്. ഇന്ന് പുതിയ രേഖകളായി അദ്ദേഹം ഈ കേസിന്റെ പരാതി വരുമ്പോൾ ഈ സ്ഥലത്തില്ലായിരുന്നുവെന്നും ബോംബെയിലായിരുന്നുവെന്നും മറ്റു ട്രെയിൻ ടിക്കറ്റ് സഹിതമുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇന്ന് വീണ്ടും താൽക്കാലിക ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. നാളെ പോലീസിന് സിഡിയും മറ്റും ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ സജി പോറ്റിക്കെതിരായ തെളിവുകളടങ്ങിയ സിഡി ഹാജരാക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.